ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് വീഡിയോസ് അത് ലോങ് ആകട്ടെ ഷോർട്ട് ആകട്ടെ വളരെ ഈസിയായി പരസ്യങ്ങളുടെ യാതൊരു ശല്യവുമില്ലാതെ YT ക്രിയേറ്റ് ആപ്പിലൂടെ എങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സാധാരണയായി എല്ലാവരും മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലൂടെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ ഗാലറിയിൽ സേവ് ചെയ്ത് യൂട്യൂബിലൂടെയോ YT സ്റ്റുഡിയോയിലൂടെയോ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ യൂട്യൂബ് ക്രിയേറ്റിലൂടെ ഈസിയായി നമ്മുടെ ഫോണിലുള്ള ഏത് വീഡിയോയും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി എങ്ങനെയാണ് ഗാലറിയിൽ നിന്നും വീഡിയോ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. YT ക്രിയേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി YT ക്രിയേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം YT ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുക. YT ക്രിയേറ്റ് ഓപ്പണായി വരുമ്പോൾ താഴെയായി ഹോം, ടെംപ്ലേറ്റ്സ് പ്ലസ് പ്രൊജക്റ്റ് യു എന്നിവ കാണാം. ഗാലറിയിൽ നിന്നും വീഡിയോ ഇമ്പോർട്ട് ചെയ്യാനായി പ്ലസ് ഐക്കൺ ടച്ച് ചെയ്യുക. അപ്പോൾ ഗാലറി ഓപ്പണായി വരും. അതിൽ നിന്നും നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗാലറി ഓപ്പണായി വന്നു. അതിൽ നിന്നും നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. താഴെയായി ട്രിം, ഇമ്പോർട്ട് എന്നിവ കാണാം. വേറെ ഏതെങ്കിലും ആപ്പിൽ പോയി ട്രിം ചെയ്തതാണെങ്കിൽ ഇമ്പോർട്ട് ടാപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോ YT ക്രിയേറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അഥവാ ട്രിം ചെയ്തതല്ലെങ്കിൽ ട്രിമ്മിൽ ടാപ്പ് ചെയ്യുക. ട്രിം ചെയ്ത ശേഷം ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം മാത്രം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ടിങ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ആസ്പെക്റ്റ് റേഷ്യോ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നാം ഇമ്പോർട്ട് ചെയ്ത വീഡിയോയുടെ മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുക. അതിൽ നിന്നും ആസ്പെക്റ്റ് റേഷ്യോ സെലക്ട് ചെയ്യുക. ഷോർട്ട്സ് ആണെങ്കിൽ 9:16 ലോങ് വീഡിയോ ആണെങ്കിൽ 16:9 സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. നമ്മുടെ വീഡിയോയിലുള്ള നോയ്സ് കളയണമെന്നുണ്ടെങ്കിൽ ടൂൾ ബാറിൽ നിന്നും ഓഡിയോ ക്ലീനപ്പ് ടച്ച് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോകും. ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ടൂൾ ബാറിൽ നിന്നും സൗണ്ട് സെലക്ട് ചെയ്യുക.
ക്ലിക്ക് സൗണ്ട്. അടുത്തതായി മ്യൂസിക് പേജ് കാണാം. അതിൽ നിന്നും മ്യൂസിക് സെലക്ട് ചെയ്ത ശേഷം വലതുവശത്ത് കാണുന്ന ആരോ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഇതിൽ മ്യൂസിക് ആഡായി കഴിഞ്ഞു. ഇത് പ്ലേ ചെയ്ത് നോക്കി തൃപ്തിപ്പെട്ടാൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അൺഡു ചെയ്ത് കളയാവുന്നതാണ്. അൺഡു ചെയ്തപ്പോൾ നമ്മളുടെ മ്യൂസിക് ഇതിൽ നിന്നും മാറ്റപ്പെട്ടു. അടുത്തതായി ടൈറ്റിൽ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. പല വിധത്തിലുള്ള ലെറ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഡൺ കൊടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ വിട്ടുപോയാൽ YT സ്റ്റുഡിയോയിൽ ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണ്ട ടെംപ്ലേറ്റ്സ്, സ്പ്ലിറ്റ്, ഫിൽറ്റേഴ്സ്, ഇഫക്ട്സ്, അഡ്ജസ്റ്റ്, റിമൂവ്, ബാക്ക്ഗ്രൗണ്ട്, ട്രാൻസിഷൻസ്, വോളിയം, ഓഡിയോ ക്ലീനപ്പ്, സ്പീഡ്, റൊട്ടേറ്റ്, റീപ്ലേസ്, റീഅറേഞ്ച്, ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഓവർലേ, ടെക്സ്റ്റ്, സ്റ്റിക്കർ, സൗണ്ട്, വോയിസ് ഓവർ, ക്യാപ്ഷൻസ് എന്നിവ കൊടുക്കുവാനും സാധിക്കും. നമുക്ക് വേണ്ട എഡിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് മുകളിൽ വലതുവശത്ത് കാണുന്ന മുകളിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്ത് ഫ്രെയിം റേറ്റിലോ റെസൊല്യൂഷനിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്തിയ ശേഷം എക്സ്പോർട്ട് ടച്ച് ചെയ്യുക. എക്സ്പോർട്ട് ടച്ച് ചെയ്യുന്നു. Stay on the app while the export is in progress. The export is in progress. ഇതിനുശേഷം നമുക്ക് യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയോ ഷെയർ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ്, വാട്സപ്പ്, ഡ്രൈവ്, ഫേസ്ബുക്ക്, മെയിൽ മുതലായവയിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാം. അപ്ലോഡ് ആസ് എ യൂട്യൂബ് ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിൽ ടൈറ്റിൽ, വിസിബിലിറ്റി, ലൊക്കേഷൻ, സെലക്ട്, ഓഡിയൻസ്, റിലേറ്റഡ് വീഡിയോ, അലൗ വീഡിയോ, ഓഡിയോ റീമിക്സിംഗ്, പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്, ഇൻവൈറ്റ് എ കൊലാബറേറ്റർ, ഓൾട്ടേഡ് കണ്ടന്റ്, കമൻസ് എന്നിവയിൽ വേണ്ടത് ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. YT സ്റ്റുഡിയോയിലും വേണ്ട കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ വിസിബിലിറ്റി മാറ്റാവൂ. അപ്ലോഡ് ആസ് എ യൂട്യൂബ് ഷോർട്ട്. ഇവിടെ ടൈറ്റിൽ അൺടൈറ്റിൽഡ് കാണുന്നു. അവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. വിസിബിലിറ്റി പ്രൈവറ്റ്, ലൊക്കേഷൻ നമുക്ക് ഏത് വേണമെങ്കിൽ ലൊക്കേഷൻ കൊടുക്കാം. സെലക്ട് ഓഡിയൻസ്, നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ക്ലിക്ക് ചെയ്യുക. റിലേറ്റഡ് വീഡിയോ, ഇതിനോട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു വീഡിയോ കൊടുത്തു. അലൗ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ്,
അലോ ഓൺലി റീമിക്സിങ് കൊടുക്കുന്നു. ഓൾട്ടേഡ് കണ്ടൻറ്റ്. നോ, ഇറ്റ് ഈസ് നോട്ട് എ ഓൾട്ടേഡ് കണ്ടൻറ്റ്. കമൻസ് ഓൺ. നെക്സ്റ്റ് അപ്ലോഡ് ഷോട്ട്. ഓർ നമുക്ക് വീണ്ടും തിരിച്ച് വേണ്ടെങ്കിൽ മുകളിൽ ഇടതുവശത്ത് കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഇതിൽ നിന്നും പുറത്ത് പോകാവുന്നതാണ്. വീഡിയോയിൽ നിന്നും ഹോമിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളുടെ ഹോമിൽ എത്തിക്കഴിഞ്ഞു. വൈറ്റ് സ്റ്റുഡിയോയിലും വേണ്ട കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ വിസിബിലിറ്റി മാറ്റാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.